പിണറായിക്ക് ശേഷം കേരളത്തിൽ CPM-നെ ആര് നയിക്കും? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-നെ നയിക്കുന്നത് 82-കാരനായ പിണറായി വിജയനാണ്. കഴിഞ്ഞ 25 വർഷമായി പിണറായി വിജയൻ CPM-നെ നയിക്കുന്നു. പാർട്ടി സെക്രട്ടറിയായി 15 വർഷവും മുഖ്യമന്ത്രിയായി 10 വർഷവും. ഇത്രയും കാലം CPM-നെ നയിച്ച മറ്റൊരാൾ കേരളത്തിലില്ല. ആ റെക്കോർഡ് പിണറായി വിജയന് മാത്രം സ്വന്തം. പക്ഷേ പിണറായി വിജയന് ശേഷം കേരളത്തിൽ ആര് എന്ന ചോദ്യത്തിന് പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ആ പേരുകളിലൊന്നും തൃപ്തരല്ല കേന്ദ്ര നേതൃത്വം. കേന്ദ്ര നേതൃത്വം പറയുന്ന പേര് വളരെ ശ്രദ്ധേയമാണ്. ഡോക്ടർ ബിജു കൃഷ്ണൻ. കരിവള്ളൂരിൽ ജനിച്ച് ബാംഗ്ലൂരിൽ പഠിച്ച് JNUവിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ബിജു കൃഷ്ണൻ കേരളത്തിലേക്ക് എത്തും എന്നത് ഉറപ്പായി. കേരളത്തിൽ ആഴത്തിൽ സ്വാധീനമുള്ള വിപ്ലവമണ്ണായ കരിവള്ളൂരിൽ ജനിച്ച വിജയകൃഷ്ണൻ കേരളത്തിൽ എത്തുന്നത് ഭാവി മുഖ്യമന്ത്രിയായിട്ടാണ്. കണ്ണൂരിലെ സുരക്ഷിത മണ്ഡലത്തിൽ ബിജു കൃഷ്ണൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറിയാണ് ബിജു കൃഷ്ണൻ. PB അംഗം കൂടിയായ ബിജു കൃഷ്ണൻ. ബിജു കൃഷ്ണൻ്റെ പേര് നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഇപ്പോഴാണ് ഉറപ്പായത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തിളക്കമാർന്ന മുഖം വേണം, ലാളിത്യമാർന്ന മുഖം വേണം, വിപ്ലവത്തിൻ്റെ മുഖം വേണം. ആ മുഖം ബിജു കൃഷ്ണന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തട്ടകം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മാറ്റാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. PBയും കേന്ദ്ര നേതൃത്വവുമാണ് കേരളത്തിലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാരെന്ന് തീരുമാനിക്കുന്നത്. പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു പേരില്ല. എന്നാൽ 5 വർഷം LDF അധികാരത്തിൽ കിട്ടിയാൽ 5 വർഷം പിണറായി ഭരിക്കുമോ എന്നതിനെക്കുറിച്ച് ഒരു ഉറപ്പില്ല. യഥാർത്ഥത്തിൽ ധർമ്മടത്ത് നിന്ന് മത്സരിക്കാതെ പാർട്ടിയെ നയിക്കാനായിരുന്നു പിണറായിയുടെ താല്പര്യം. പക്ഷേ പിണറായി ഇല്ലെങ്കിൽ എന്ത് കേരളത്തിലെ പാർട്ടി? കേരളത്തിലെ പാർട്ടിക്ക് ഊർജവും ചൈതന്യവും നൽകാൻ പിണറായി വിജയനോളം പോകുന്ന മാസ്മരികതയുള്ള മറ്റൊരു നേതാവില്ല. VS അച്യുതാനന്ദൻ്റെ അഭാവത്തിൽ കേരളത്തിലെ CPM-നെ നയിക്കുന്നത് പിണറായി വിജയനാണ്. തന്ത്രങ്ങൾ പയറ്റിയും മറുതന്ത്രങ്ങൾ മെനഞ്ഞും ഒക്കെ പിണറായി വിജയൻ കേരളത്തിലെ CPM-നെ നയിക്കുന്നു. കഴിഞ്ഞ 25 വർഷമായി 25 വർഷമായി കേരളത്തിലെ CPM-ൽ എതിരില്ലാത്ത അല്ലെങ്കിൽ വിമർശിക്കപ്പെടാത്ത നേതാവായി പിണറായി വിജയൻ വളർന്നു കഴിഞ്ഞു. പിണറായി വിജയന് ശേഷം കേരളത്തിൽ ജനസ്വാധീനമുള്ള CPM നേതാക്കളില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. KK ശൈലജ ടീച്ചർക്കൊക്കെ ഗ്ലാമർ ഉണ്ടെങ്കിലും സംഘടനാ തലത്തിൽ സ്വാധീനമില്ല. വിജയരാഘവൻ്റെ തട്ടകം ഡൽഹിയിലാണ്. മറ്റൊരു PB അംഗമായ MA ബേബി ജനറൽ സെക്രട്ടറിയാണ്. ഡോക്ടർ തോമസ് ഐസക്കിന് സംഘടനാ രംഗത്ത് പാഠവുമില്ല. ഈ സാഹചര്യത്തിലാണ് ബിജു കൃഷ്ണനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് CPM. ഡോക്ടർ ബിജു കൃഷ്ണൻ സംഘാടകൻ എന്നുള്ള നിലയിൽ ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ബാംഗ്ലൂരിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് പ്രതിഷേധം നടത്താൻ ബിജു കൃഷ്ണന് സാധിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കാർഷിക സമരങ്ങൾ കൊണ്ട് മോദിയെ വിറപ്പിച്ചത് ബിജു കൃഷ്ണനാണ്. 51 വയസ്സുണ്ട് അദ്ദേഹത്തിന്. CPM-ന്റെ വളർന്നു വരുന്ന യുവമുഖം, നല്ല പ്രാസംഗികൻ, അഴിമതി തൊട്ടു തീണ്ടാത്ത നേതാവ്. ഇതൊക്കെയാണ് ബിജു കൃഷ്ണൻ്റെ പ്രത്യേകത. വിദ്യാഭ്യാസ കാര്യത്തിലും CPM-ൽ ബിജു കൃഷ്ണനോളം വിദ്യാഭ്യാസമുള്ള മറ്റൊരു നേതാവില്ല എന്നുള്ളതും ശ്രദ്ധേയം. എന്തായാലും CPM എടുത്ത തീരുമാനം അത് അഭിനന്ദനങ്ങൾ ലഭിക്കുന്ന തീരുമാനമാണ്. ബിജു കൃഷ്ണൻ കേരളത്തിലേക്ക് വരുമ്പോൾ അത് ഭാവിയിലെ മുഖ്യമന്ത്രിയായിട്ടാണ് വരിക.
ബിജു കൃഷ്ണൻ സുരക്ഷിതമായ സീറ്റിൽ, കണ്ണൂരിലെ സുരക്ഷിതമായ മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ളതും ഉറപ്പാണ്. ഇവിടെ സി പി എമ്മിൽ നിന്ന് ഒരു തലമുറ കൈമാറ്റം സംഭവിക്കുന്നു. സി പി എമ്മിന് ഒട്ടും അടിത്തറയില്ലാത്ത കർണാടകയിൽ SFIയിലൂടെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പയറ്റിത്തെളിഞ്ഞ നേതാവാണ് ബിജു കൃഷ്ണൻ. നിർഭയനായ CPM നേതാവ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരാധകർ. ബിജു കൃഷ്ണൻ നടത്തിയ കർഷക സമരങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായി മാറിയിരിക്കുന്നു. എന്തായാലും ബിജു കൃഷ്ണൻ്റെ തട്ടകം കേരളത്തിലേക്ക് മാറുമ്പോൾ, ബിജു കൃഷ്ണൻ കേരളത്തിലേക്ക് വരുമ്പോൾ, ഭാവി മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ ഉയർത്തി കാണിക്കുമ്പോൾ UDF പേടിക്കുക തന്നെ വേണം. UDFിൻ്റെ ചങ്കിടിപ്പിക്കുന്ന നേതാവാണ് ബിജു കൃഷ്ണൻ എന്നതിൽ സംശയമില്ല. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ തന്ത്രങ്ങൾ ബിജു കൃഷ്ണന് വശമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ന്യൂനത. അത് പഠിച്ചെടുക്കാൻ അദ്ദേഹത്തിന് നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രായോഗിക തലത്തിലുള്ള കഴിവ്. CPM ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന നേതാവാണ് ബിജു കൃഷ്ണൻ. CPMനെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയുടെ കരുത്താണ് ബിജു കൃഷ്ണൻ. മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ ഉയർന്നു കഴിഞ്ഞു. KN ബാലഗോപാൽ, പി രാജീവ്, ജോൺ ബ്രിട്ടാസ് എന്നിവരുടെയൊക്കെ പേരുകൾക്കും അപ്പുറം PP കണ്ടെത്തിയ ഉത്തരമാണ് ഡോക്ടർ ബിജു കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നത് അദ്ദേഹത്തിൻ്റെ നാടാണ്. പക്ഷേ അദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങളെല്ലാം കേരളത്തിന് പുറത്തായിരുന്നു. CPMന് വേരോട്ടമില്ലാത്ത സ്ഥലങ്ങളിൽ കർഷക പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് ബിജു കൃഷ്ണൻ CPMൻ്റെ സംഘടനാശേഷിയിൽ അഗ്രഗണ്യനായി മാറി. തീമാറുന്ന പ്രസംഗശൈലി, വളരെ പ്രേക്ഷകരെ ആകർഷിക്കുന്ന പ്രസംഗശൈലി അദ്ദേഹത്തിന് സ്വന്തം. അസാധ്യമായ ധൈര്യമുള്ള ബിജു കൃഷ്ണൻ സംഘപരിവാറിൻ്റെയും BJPയുടെയും ആജന്മ ശത്രുവുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും കേരളത്തിൽ കളിക്കാൻ, കേരളത്തിലെ ഭരണം ഉറപ്പിക്കാൻ ഡോക്ടർ ബിജു കൃഷ്ണൻ്റെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് ഇപ്പോൾ പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. നേരത്തെ പല കോണുകളിൽ നിന്നും ബിജു കൃഷ്ണൻ്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും PBയും കേന്ദ്ര നേതൃത്വവും അതിനോട് പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ 82 വയസ്സായ പിണറായി വിജയൻ മാറുമ്പോൾ മറ്റൊരു മുഖം വേണം മുഖ്യമന്ത്രി ആകാൻ. അവിടെ CPM കണ്ടെത്തിയിരിക്കുന്ന പേരാണ് ഡോക്ടർ ബിജു കൃഷ്ണൻ കേരളത്തിലേക്ക് വരുന്നു. കണ്ണൂരിലെ സുരക്ഷിത മണ്ഡലം ബിജു കൃഷ്ണനായി ഒരുങ്ങിക്കഴിഞ്ഞു.